കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് കാണാതായ ശശിയുടെ മൃതദേഹം കണ്ടെത്തി. പാലാഴി റോഡിന് സമീപത്തെ ഓടയിൽ നിന്നാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് കളത്തുംപോയ ശശിയെ കാണാതായത്. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി റോഡരികിലെ മോറ ബസ് സ്റ്റോപ്പിൽ കയറിയിരിക്കുന്നതിനിടെ പിന്നിലെ ഓടയിലേക്ക് മറിഞ്ഞു വീണു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ആൾ ഇരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ മാളിപ്പോയതാ. അവന്റെ കൂടെ രണ്ടാളില്ലേ കൊണ്ട് ഇതിൽ പോയി എന്നറിയാം. അല്ലെങ്കിൽ അറിയില്ല, അല്ലെ തെരഞ്ഞു കിടക്കണം, എവിടെയുള്ളതെന്ന് അറിയില്ല. ആള് കണ്ടതുകൊണ്ട് കഴിച്ചിലായത്. ഇങ്ങനെ തന്നെ ഇങ്ങനെയെങ്കിലും എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം എവിടെ പോയി എന്ത് പോയി തെരഞ്ഞു പോയി അവനെ കാണുന്നില്ലാതെ ഇങ്ങനെ അന്വേഷണം നടക്കും. 2 മീറ്ററോളം താഴ്ചയുള്ള ഓടയിൽ ശക്തമായ കുത്തൊഴുക്കായിരുന്നു. ഈ കുത്തിയൊലിക്കുന്ന ഓടയിലേക്കാണ് ശശി വീണത്. തുടർന്ന് ഓടയിലെ വെള്ളത്തിലിറങ്ങി 1 കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും ശശിയെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് രാവിലെ നാട്ടുകാരാണ് ശശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ 2 ആൾക്കാർ കണ്ടു. ആ വൈക്ക് ഞങ്ങൾ താഴത്തെ തെരഞ്ഞു വരും. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഇവനോട് പോയിന്. അപ്പോൾ ഇവിടെ 2 ആൾ നിൽക്കുന്ന നേരം ഒരു സംശയം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ റെഡി തന്നെ. ഇന്നലെ ഇവിടെയൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തതാ, ആ സമയത്തൊന്നും കണ്ടില്ല. സമീപ പ്രദേശത്തെ ഓടയിൽ കൈവരി സ്ഥാപിക്കാത്തത് മുൻപും പല അപകടങ്ങൾക്കും കാരണമായെന്നും നാട്ടുകാർ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് കൊല്ലം 4-5 ആളുകൾ ഇതിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്ക് വരെ ഇരുന്ന് ഇപ്പോഴും കാണുന്ന ഒരു ബൈക്ക് അവിടെ തോട്ടിൽ വീണിട്ട്. പക്ഷെ അവരൊക്കെ ഞങ്ങൾ അതാത് സമയത്ത് രക്ഷപ്പെടുത്തി പോരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെ ആരും മരിക്കുന്ന സ്വഭാവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഡ്രെയിനേജിൽ വീണ് മരിച്ച്. എന്തായാലും കൈവരി ഉണ്ടായാൽ കുറേ രക്ഷപ്പെടും, ആൾ വീഴില്ല. ഇതിപ്പം കൈവരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. അതേസമയം കോർപ്പറേഷന്റെയും പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ വികസന കാര്യത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും മുൻ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഭാഗത്ത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ഈ ഭാഗത്ത് കോഴിക്കോട് കോർപ്പറേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അധികാര തർക്കങ്ങൾ നിലനിൽക്കാറുണ്ട്. ഈ റോഡ് വീതി കൂടുന്ന കാലഘട്ടത്തിൽ ഈ തർക്കം വളരെ സജീവമായിരുന്നു. ഏതായിരുന്നാലും 2 ഭാഗം കോർപ്പറേഷനും പഞ്ചായത്തും ഈ റോഡിൽ ഇപ്പം ഉണ്ടായ അപകടം മുൻനിർത്തി ഇനി മേലോട്ടൊരു അപകടം ഇല്ലാതിരിക്കാനുണ്ടാവുന്ന രീതിയിലുള്ള ഇടപെടൽ വളരെ അടിയന്തരമായിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് അഭിപ്രായം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശശിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.